ലൈഫിലുണ്ടായ ഒരു വലിയൊരു ഇൻസിഡൻറ്റ്. ആ ഇൻസിഡൻറ്റിൽ സത്യം പറഞ്ഞ കിളി പറഞ്ഞു പോയി. ഇതിന് മുന്നേ എന്തായിരുന്നു ജോലി? ഇതിന് മുന്നേ ഞാൻ ടൈൽസ് പണിക്കാരനായിരുന്നു. ഞാൻ സാധാരണ ഗാനമേള പാട്ടുകാരനായിരുന്നു. ജസ്റ്റ് കരോക്കെ ഒക്കെ പാടിക്കൊണ്ടിരുന്ന ആർട്ടിസ്റ്റ് ആയിരുന്നു. മറയുന്ന ജീവൻ്റെ തിരയായ ആ പാട്ട് പാടിയ ഞാൻ തീർന്നു. ഒരു 4 വരിയോ 3 വരിയോ ശ്രുതി ചേർത്ത് പാടാൻ കപ്പാസിറ്റി ഇല്ലാതിരുന്ന ഒരാളായിരുന്നു. കഴിയില്ല. കണ്ണിൽ വെറും കാഴ്ചയില്ലം കൺമണിയെ ഉറുത്തു കാണാതെ പോവുറവും കണ്ണുക്കുള്ള ഇന്നിക്കും. സത്യത്തിൽ എൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അലിഞ്ഞില്ലാതെ ആവുകയായിരുന്നു. മെഡിറ്റേഷൻ, മ്യൂസിക് തെറാപ്പി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ സ്വയമേ അനുഭവിച്ചറിഞ്ഞ ആളാണ്. പെരിയോനേ എൻ റഹ്മാനേ പെരിയോനേ റഹീം. അങ്ങനെ ഞാനൊരു 8 മാസം ആരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ, ഞാനും എൻ്റെ വീട്ടിൽ ഉമ്മയുണ്ട്. ഉമ്മയാണ് ഫുൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ. ഫുഡ് കഴിക്കുക, പ്രാക്ടീസ് ചെയ്യുക, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. സഖീഷ ബാസ് കലന്ദർ ധമാധം മസ്ത് കലന്ദർ അലി ഷക്ബാസ് കലന്ദർ അലി ദം ദം തേ അന്തർ അലി ദ പെഖല നമ്പർ കണ്ണിൽ വെറും കാഴ്ചയില്ലം കൺമണിയെ ഉറുത്തു കാണാതെ പോവുറവും കണ്ണുക്കുള്ള ഇന്നിക്കും. നവാസ് കെ മൊയ്തീനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ. കഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് സാധിക്കും അല്ലേ? തീർച്ചയായും. ചേട്ടൻ അതിനൊരു ഉദാഹരണമാണ്. ചേട്ടന് ഇപ്പം തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചത് 8 or 10 ഭാഷകളല്ലേ? എത്ര ഭാഷകളാണ്? 10ഓളം ഭാഷകൾ 10ഓളം ഭാഷകൾ കൈകാര്യം ചെയ്യണം. ഭാഷകളല്ല, ഭാഷകൾക്കകത്തെ പാട്ടുകൾ. ജസ്റ്റ് ഒരു ചെയിൻ പോലെ ഒന്ന് പാടിത്തരാമോ? വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഗുജറാത്തി കോൺസെപ്റ്റൊക്കെയുണ്ട്. അന്താറി യാറാത്തു അമേ അമത്തെ അമതീരേ अंदारी अजवाली हमें अमते अमतीरे आते चातड़ पातड़ जाता जोन शर्म धीरे गिर और घुमता रुपरुम जुमता हयाणे गोरिया गोरीदा मन नारीदा मोवीरा. ചേട്ടൻ ബേസിക്കലി പാട്ടുകാരനാണ്. അതെ, പാട്ടുകാരനാണ്. ഇപ്പൊ ഗുജറാത്തി പാട്ട് കേട്ടപ്പോഴേ സത്യനന്ദിക്കാടിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ കേട്ടേക്കുന്ന ഒരു ഹിന്ദി അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ശൈലി. എന്ന് വെച്ചാൽ ഗുജറാത്തി ഒരു പ്രത്യേക സ്റ്റൈൽ ഉണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യും. ഇപ്പൊ ചേട്ടൻ പാടിയത് ഗുജറാത്തി. പിന്നെ ഏതൊക്കെ ഭാഷകളിലാണ് ചേട്ടൻ പാട്ടുകൾ ഇപ്പം പാടുന്ന നിലവിലിപ്പോ? കന്നഡ, തെലുങ്കു, പേർഷ്യൻ, മറാഠി. പേർഷ്യൻ ഉണ്ട്, പേർഷ്യൻ പാടും. മറാഠി പാടും. പിന്നെ ഏതൊക്കെയാണ്? തമിഴ്, മലയാളം, ഹിന്ദി. അതെന്താണെന്ന് ഞാൻ എടുത്ത് നോക്കിയത്, ചേട്ടനൊന്നും തോന്നരുത്. ഇപ്പൊ ഞാൻ പറയാം, എൻ്റെയൊക്കെ ചെറുതിലെ തമിഴ്, മലയാളം, ഹിന്ദി അത് നമ്മൾ ഉറപ്പായിട്ടും പാടും. കാരണം നമ്മളത് കാണാറുണ്ട്, കേൾക്കാറുണ്ട്, പാടും. പിന്നീട് വരുന്നൊരു സാധനം, പിന്നീട് ഈ മറ്റെന്താ പറയുക, തെലുങ്ക് പടം ഒരുപാട് ഇങ്ങോട്ടേക്കൊക്കെ റിലീസായതിനു ശേഷം ഈ അടുത്ത കാലത്ത് തെലുങ്ക് പാട്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തെലുങ്ക് എന്ന് പറയുന്ന ആര്യയാണ്. അതിൻ്റെ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ട് തെലുങ്കില്. പിന്നെ കന്നഡ ഇപ്പോൾ ഉണ്ട്. ഇത്രയും ഭാഷകൾ ഓട്ടോമാറ്റിക്കലി ഒരു മലയാളികൾക്കൊക്കെ ചെയ്യാൻ പറ്റും. അതിലും മേളിലാണ് പേർഷ്യൻ. പിന്നെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഗുജറാത്തി, മറാഠി, സൂഫി പാടും, ഖവാലി പാടും. ഖവാലി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അതിൽ തന്നെ. അതെന്താണ് ഏട്ടാ കോൺസെപ്റ്റ്? പാടി കേൾപ്പിക്കാം. ലാൽ മേരി പത്ത് റഖിയോ ബലാ ജൂലെ ലാലൻ ലാൽ മേരി പത്ത് റഖിയോ ബലാ ജൂലെ ലാലൻ ജിന്ദടി ദാ ജേവൻ ദാ ജിന്ദടി ദാ ജേവൻ ദാ സഖീഷ ബസ് കലന്ദർ ധമാധം മസ്ത് കലന്ദർ अली शक्बास कलंदर अली दम दम ते अंदर अली दा पेखला नंबर कण्णिल वरुम काഴ്ചയില്ലം കൺമണിയെ ഉറുത്തു കാണാതെ പോവുറവു കണ്ണുക്കുള്ള ഇന്നിക്കും ദമാദം മസ്ത് കലന്ദർ. ഇത് ആ ഇതിൽപ്പെട്ട പാട്ടാണല്ലേ? ആ റൂട്ടാണ്. ഓക്കെ, നല്ല രസമുണ്ട് കേൾക്കാൻ. നമ്മൾക്ക് പാട്ട് കേൾക്കുമ്പോൾ ഇപ്പം സാധാരണ പാട്ടറിയത്തില്ല എത്ര ആളും, നമ്മളെപ്പോലുള്ളവർ ആസ്വദിക്കുന്നവരും എങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ടിൻ്റെ റിതമാണ് നമ്മളെ കണക്ട് ചെയ്യിക്കുന്നത്. ഇതിനെപ്പറ്റി പഠിക്കുന്നവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ളവരാണ് ഇതിൻ്റെ ഈ പറഞ്ഞ ഏത് ഭാഷ ഏത് ഇത് എന്നൊക്കെ പഠിച്ചു വെക്കുന്നത്. പിന്നീടുള്ള പിന്നെ ഏതൊക്കെ ഭാഷയായിരുന്നു ഇനി അറിയാവുന്നത്? ഇനിയുള്ളത് ബംഗ്ലാ പാടും. നമ്മുടെ ബംഗാളികൾ അവരുടെ കോൺസെപ്റ്റിൽ 1-2 പാട്ടുകൾ അറിയാം. ഉറുദു അറിയാം. ജസ്റ്റ് ഒന്ന് ബംഗ്ലാ കേൾക്കാം.
জানি না কোথায় আছো তুমি কত দূরে, আমারে মনের কথা চাই বেশ সুরে, যদি বড় সামনে এসো কাছে এসে ভালোবাসো, যদি বড় সামনে এসো কাছে এসে ভালোবাসো, বোঝো না কি ভালোবাসা করে হাহাকার, ছুঁয়ে যাবে এই সুই গই কমার, এই গান আমার, ও এই গান আমার, এই গান আমার, ও এই গান আমার. ചേട്ടന്റെ സൗണ്ടേ നല്ല രസമുണ്ടൊക്കെ, മീൻസ് നല്ല ഈ തൊണ്ട തുറന്നുള്ള ശബ്ദമാണ്, ലൈക്ക് അത് നന്നായിട്ട്. ഓക്കെ, അതൊരു പ്രാക്ടീസിങ് മെത്തേഡാണത്. ഓ ഓ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഹെഡ് വോയിസ് എന്ന് പറഞ്ഞാൽ, ഹെഡ് വോയിസിനൊരു പ്രത്യേക സ്പെഷ്യൽ പ്രാക്ടീസ് സെഷൻ ഉണ്ട്. അത് നമ്മൾ ഗായകർ നിരന്തരം ഈ ഖവാലി സൂഫിയൊക്കെ പാടുമ്പോൾ മിക്കുന്ന ഹയ്യർ നോട്ടുകളായിരിക്കും, ഓ ഇത്തിരി വോക്കൽ റേഞ്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ സാധാരണ ഗാനമേള പാട്ടുകാരനായിരുന്നു, ഓ. ജസ്റ്റ് കരോക്കെയൊക്കെ പാടിക്കൊണ്ടിരുന്ന ആർട്ടിസ്റ്റ് ആയിരുന്നു. ഓ. പിന്നീടാണ് സൂഫി സംഗീതവും ഖവാലിയൊക്കെ കേട്ട് അതിനോട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിന്നീടാണ്. ആ സമയത്ത് അങ്ങനെയുള്ള സൂഫി ഖവാലിയൊക്കെ പാടണമെങ്കിൽ ഈ ഒരു മെഷീൻ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരണം, എന്നാലാണ് ആ പാട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു 5 വർഷം എടുത്തു. 5 വർഷം എടുത്തു. അയ്യോ ഡെഡിക്കേഷനാണ് മൊത്തം. ചേട്ടൻ ഇപ്പൊ സൂഫി എന്ന് പറഞ്ഞില്ലേ, സൂഫിയിലെ ഒരു എങ്ങനെയാണ് ഒരു ഗാനം ആലപിച്ചിട്ടോ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവാൻ. ख्वाजा मेरे ख्वाजा दिल में समा जा, शाहो का शतू अली का दुलारा, ख्वाजा मेरे ख्वाजा दिल में समा जा, बेकसों की तकदीर तूने है सवारी. കേട്ടോ അടിപൊളി അടിപൊളി. എന്നെ ഓരോ പാട്ട് കഴിഞ്ഞ് അടിപൊളി എന്ന് പറയണ്ടല്ലേ, മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ. 10ഓളം ഭാഷകളിലെ പാട്ടുകൾ. ഇപ്പം നമ്മൾ മലയാളം, ഈ തമിഴ്, ഹിന്ദി മാറ്റി നിർത്തിയാൽ മറ്റുള്ള ഭാഷകളിലേക്ക് പോകാനുള്ളൊരു കാരണം എന്താ? ലൈക്ക് എന്തുകൊണ്ടാവാം ഈ പാട്ടുകളൊക്കെ പഠിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു? സത്യത്തിൽ അതൊരു ഒരു കഥയാണ്. കഥ കേൾക്കാനും ഞാൻ കഥ പാട്ടുകൾ പഠിക്കാനുണ്ടായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ലൈഫിലുണ്ടായ ഒരു വലിയൊരു ഇൻസിഡൻറ്റ്. ആ ഇൻസിഡൻറ്റിൽ സത്യം പറഞ്ഞ കിളി പറന്നുപോയി. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻ കട്ട് ചെയ്തു, നാട്ടുകാരായിട്ട് റിലേഷൻ ഇല്ല, ആരുമായിട്ട് കണക്ഷൻ ഇല്ല. ഞാൻ ഏകദേശം ഒരു 8 മാസത്തോളം വീടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരവസ്ഥ. ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ആരും കൂട്ടിനില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിരുന്നു ലൈഫിൽ. ആ സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ സമയത്താണ് എനിക്കൊരു ഒരു ചാൻസ്, ഒരു സൂഫി ഖവാലി ബാൻഡിലെ കോറസ് സിംഗറായിട്ട്, ബാക്കിലിരുന്ന് കൈകൊട്ടി പാട്ട് പാടാൻ വേണ്ടി കോറസ് സിംഗറായിട്ട് പാടാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടി. അങ്ങനെ ഞാൻ അവരുടെ കൂടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അവരുടെ 3-4 ദിവസം നീണ്ടു നിൽക്കുന്നൊരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് മ്യൂസിക്കിൻ്റെ ലാസ്റ്റ് തലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ പാടുന്ന പാട്ടുകളും അവർ ക്രിയേറ്റ് ചെയ്യുന്ന വൈബുകൾ, അതായത് നമ്മൾ മെലഡി കേൾക്കുമ്പോൾ നമ്മൾ ആസ്വദിക്കും, അടിപൊളി പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ തുള്ളാറുണ്ട്. ഇത് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞെട്ടുന്നൊരു ഫീലിംഗ്, ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് അത്രയും ഹയ്യർ പോകും. കാരണം ഇവർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ പഠിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്ന അവരുടെ അങ്ങനെയുള്ള ഗായകന്മാരുടെ കൂടെയായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇവരുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അലിഞ്ഞില്ലാതെ ആവുകയായിരുന്നു. മെഡിറ്റേഷൻ, മ്യൂസിക് തെറാപ്പി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ സ്വയമേ അനുഭവിച്ചറിഞ്ഞ ആളാണ്. ഇതിലൊരു 4 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞു, അവരുടെ സ്റ്റേജ് ഷോയും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഏകദേശം ഒരുമാതിരിപ്പെട്ടൊരു 80% പ്രശ്നങ്ങളും ഇല്ലാതെ ആവുമെന്നും എനിക്ക് തോന്നി. ഈ മ്യൂസിക് എന്നിൽ വർക്ക് ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ. പിന്നീട് ഞാനത് പഠിക്കാൻ ശ്രമിച്ചു. ഇവിടെ കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടില്ല അത് പഠിക്കാൻ. ഇവിടെ ആകെ ഒരു ചാൻസ് ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിപ്പിക്കുന്ന 1-2 കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ എറണാകുളത്ത്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. യൂട്യൂബ്, ഗൂഗിൾ, അന്ന് എൻ്റെ ഹെഡായിട്ട് നിൽക്കുന്ന ആൾ പറഞ്ഞു തന്നൊരു വാക്കുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ടീച്ചർ ഗൂഗിളാണെന്ന്.
എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് മതി, ഗൂഗിൾ ഉണ്ടെങ്കിൽ. അങ്ങനെ ഞാനൊരു 8 മാസം ആരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ, ഞാനും എൻ്റെ വീട്ടിൽ ഉമ്മയുണ്ട്, ഉമ്മയാണ് ഫുൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ. ഫുഡ് കഴിക്കുക, പ്രാക്ടീസ് ചെയ്യുക, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്, ഈ ഒരു പാറ്റേണിൽ കൃത്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 8 മാസം. ഈ 8 മാസം കൊണ്ടാണ് അന്യഭാഷകളും ഞാൻ റിലേറ്റഡായിട്ട് ഞാൻ സെർച്ച് ചെയ്യുന്നതും കേൾക്കുന്നതും, കേൾവി കൂടുതലായിരുന്നു ആ സമയത്ത്, കേൾക്കുന്നതെല്ലാം അന്യഭാഷ. റാഹത്ത് ഫത്തേ അലി ഖാൻ, നുസ്രത്ത് ഫത്തേ അലി ഖാൻ, ഖൈലേഷ് ഖേർ, ഇപ്പോൾ ന്യൂ ജനറേഷനിൽ സിദ്ധ് ശ്രീറാം, അതിപ്പോൾ ഈ അടുത്താണ് വന്നത്. ആ സമയത്ത് ഇവരുടെ പാട്ടുകളൊക്കെ ഖുദാസേഖം പാടിയ അദ്ദേഹമാണ് ഖൈലേഷ് ഖേർ. ഇവരുടെ പാട്ടുകളെല്ലാം സെർച്ച് ചെയ്ത് കയറി വരുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് അതർ പാട്ടുകളാണ്, വേറെ തലത്തിലേക്ക്. പാകിസ്ഥാനി സോങ്ങുകൾ, പഞ്ചാബി സോങ്ങുകൾ, പേർഷ്യൻ സോങ്ങുകൾ, ഇതെല്ലാം ഞാനിരുന്ന് കേൾക്കും. ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എൻ്റെ ഒരു മൈൻഡും എൻ്റെ ഒരു ബോഡിയിലെ എല്ലാം ഞാനിതിൽ കംഫർട്ടായിട്ട് ഇരിക്കുകയാണതിൽ. വിളിക്കാനാരുമില്ല, കറങ്ങാൻ പോകാനാരുമില്ല, സിനിമയ്ക്ക് പോകണ്ട, ഒന്നിനോ ആരോടൊന്നും പരാതിയില്ല. അതിനുശേഷം 8 മാസങ്ങളോളം കഴിഞ്ഞപ്പോൾ ഏകദേശമൊക്കെ എനിക്ക് കുറച്ച് പാട്ടുകൾ കേൾവി, കുറച്ച് പ്രാക്ടീസും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രാക്ടീസ് സെഷൻ, ഹെഡ് വോയിസ് വർക്ക് ചെയ്യിക്കാനുള്ള പ്രാക്ടീസ് സെഷനും കാര്യങ്ങളും, അതിൻ്റെ കൂടെ തന്നെ മെഡിറ്റേഷനും യോഗയും ചെയ്തു. മെഡിറ്റേഷനും യോഗ ഇത് രണ്ടും ചേർന്ന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു പവർ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഓൺ മൈൻഡ് വരും. അതിനുശേഷം ഈ ഗാനങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം. ചേട്ടൻ എപ്പോഴെങ്കിലും ഇത് എഴുതി പഠിച്ചിട്ടുണ്ടോ ഈ പാട്ടുകൾ? തീർച്ചയായിട്ടും എഴുതിയാണല്ലോ. തീർച്ചയായിട്ടും. ചില പാട്ടുകൾ, വഴങ്ങാത്ത പാട്ടുകൾ 8 ദിവസം, 10 ദിവസം, 12 ദിവസം. ഈജിപ്ഷ്യൻ സോങ്ങൊക്കെ ഭയങ്കര ടഫാണ്. അത് പ്രയോഗം ജസ്റ്റ് ഞാൻ പാടി കേൾപ്പിക്കാം. വൈസൽ കിസ്സ വൈസൽ ദുനിയ ഹായ് സഖീദ ഖീദ വൽഇസ്മാല്ല വയ്യ മഖാദൂന ഖൈദ കല്ലിന്ന ശറഖ വന്ന വയ്യ ബാദ വന്ന വയ്യ ബാദ വന്ന മൽ നബി. ഇതൊന്നും എഴുതുന്ന അവസ്ഥയൊന്നും ആലോചിച്ചു. അതാണ് ഞാൻ ചേട്ടൻ പാടി വരി കൂടെ ഞാനും കണ്ണും കൊണ്ട് പോവുക ചെയ്യുന്നതിനിടയ്ക്ക് എപ്പോൾ എഴുതാനാണല്ലേ. ഇതിപ്പോൾ പറഞ്ഞ ഈജിപ്ഷ്യൻ സോങ് ഇത് പഠിച്ച് ഈ ലാംഗ്വേജ് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതിലെ പാട്ടുകൾ പഠിച്ചിട്ടില്ല? ഈജിപ്ഷ്യനിലെ 1-2 പാട്ടുകൾ അറിയാം. അത് പറഞ്ഞില്ല എന്നോട്, ഈജിപ്ഷ്യൻ ഭാഷ അറിയാമെന്ന് പറഞ്ഞില്ല. ഭാഷകളല്ല, പാട്ടുകൾ അറിയാം. അതാ ചോദിച്ചു, ആ ഭാഷയിലെ പാട്ടുകൾ അറിയാമെന്ന് പറഞ്ഞിട്ടില്ല എന്നോട്. അറിയാം അല്ലേ. അപ്പം ഇപ്പം എല്ലാ ഈ പറയുന്ന ഭാഷകളിൽ ഇപ്പം നമ്മുടെ ഞാൻ പറഞ്ഞൊരു 3-4 കാറ്റഗറി മാറ്റി നിർത്തിയാൽ അന്യ ഭാഷകളിലെ ഒരു കുറഞ്ഞത് ഒരു 3-4 പാട്ടുകൾക്ക് വീതം കാണാതെ അറിയാം. അത് എത്ര പാട്ടുകൾ? 3-4 പാട്ടുകൾ വീതം കാണാതെ അറിയാം. നമ്മുടെ മുന്നിൽ വരുന്ന ഗസ്റ്റുകളെ തൃപ്തിപ്പെടുത്താനുള്ള. ചേട്ടൻ ഇപ്പം എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാനിവിടെ എറണാകുളത്ത് മരിയ ക്രൂയിസ് എന്ന് പറഞ്ഞൊരു ഒരു ബോട്ടിൽ, അതൊരു ക്രൂയിസ് വെസലാണ്. DJ, പാട്ട്, ഡാൻസ്, 2 മണിക്കൂർ കടലിൽ പോയി തിരിച്ചു വരുന്ന ഒരു ക്രൂയിസ് വെസലാണ്. 2 വർഷമായിട്ട് ഞാനവിടെ ജോലി. അപ്പം ചേട്ടൻ ഈ ഗസ്റ്റുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഈ പഠിച്ചത്? പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എനിക്ക് പ്രയോഗിക്കാൻ ഈ ക്രൂയിസ് ഷിപ്പിൽ ചാൻസ് ഉണ്ടായിരുന്നു. അവിടെ പാടുമ്പോൾ അവിടെയുള്ള ഗസ്റ്റുകൾ കോണ്ടാക്റ്റ് മേടിക്കും. ഞാൻ ബോംബെ പോയി, തമിഴ്നാട് പോകും. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഖത്തർ വരെ പോയി. ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഏത് ഭാഷ എന്നുള്ളതായിരിക്കും? അത് ഓരോ ഗസ്റ്റ്, ഇപ്പോൾ മലയാളമാണെങ്കിൽ ഇപ്പോൾ എവിടെ ചെന്നാലും പെരിയോനെ ചോദിക്കാറുണ്ട്. ഞാൻ പെരിയോനെ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റേതായിട്ടുള്ള ഒരു റൂട്ടിലാണ്. ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം. तीजा तेरा रंग धमे तो जिया तेरे दंगे चमे तू ही तो मौला तू ही या मौला मेरे ले मेरी जान मौला मेरे ले मेरी जान പെരിയോനേ എൻ റഹ്മാനേ പെരിയോനേ റഹീം അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴുന്നുണ്ടേ മണ്ണിൽ പുതുമഴ വീഴുന്നുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെങ്ങിരുന്നാലും അറിയണുണ്ടേ മിണ്ടാമൺ തരി വാരിയെടുത്തതിൽ കണ്ടില്ല നിന്നനവ്
കണ്ടില്ല കണ്ടില്ല നിന്നനവ് തീജാതേരാരംഗതമേതു. ഏകദേശം ഒരേ രാഗത്തിൻ്റെ റൂട്ടിൽ. ഓ അപ്പൊ അത് ആദ്യം പാടിയത് ഏത്? അത് ചക് ദേ ഇന്ത്യ എന്ന് പറയുന്ന ഷാരൂഖ് ഖാൻ്റെ ഒരു ഫിലിമിലെ ഒരു പാട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു പെരിയോനെ കേൾക്കാൻ. ഇത് ഇപ്പൊ പാടുമ്പോൾ എങ്ങനെയുണ്ട് ഇതിന് ആളുകൾക്ക്? ഇത് എനിക്കൊരു സൂഫി ഖവാലി ബാൻഡ് ഉണ്ട്. ഈ ഖവാലി ബാൻഡിൽ പാട്ട് അധികം അനൗൺസ് ചെയ്യാറില്ല ഞങ്ങൾ. ത്രൂ ഔട്ട് ഇങ്ങനെ പാടി പോവാറാണ്. ഒരു ഗാനമേള കോൺസെപ്റ്റ് പോലെ ഒന്നുമല്ല. കോസ്റ്റ്യൂം വേറെ ആയിരിക്കും, ഈ രൂപമായിരിക്കില്ല. ഒരു തലയെക്കെട്ടുണ്ടാകും, ഒരു ജുബ്ബ പോലെ ഒരു സംഭവം ഉണ്ടാകും. ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചർ വരുന്ന ഒരു കോസ്റ്റ്യൂം ഒക്കെ ചെയ്തിട്ട് നമ്മുടെ സ്റ്റേജ് ആംബിയൻസും ബാക്ക് ഡ്രോപ്പ് ഒക്കെ ഇത്തിരി വ്യത്യാസം ഉണ്ടാകും. ഇരുന്നുകൊണ്ട് ഓരോ പാട്ടുകൾ വെച്ച് ഇങ്ങനെ പോകും. ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നു. ആളുടെ പേര് സിയാ ഉൽ ഹക്ക് എന്നാണ്. ഹക്ക് നമ്മുടെ കേരളത്തിൽ പോപ്പുലറാണ്. അദ്ദേഹമാണ് ഈ സൂഫി സുജാതിലെ ബാങ്ക് വിളി സംഭവങ്ങൾ. അപ്പോൾ ആളുടെ കൂടെയാണ് ഞാൻ ഒരു 1.5 വർഷത്തോളം ഉണ്ടായിരുന്നത്. അപ്പം ഖവാലി എന്നെ കോറസ് പാടാൻ വിളിച്ചത് സിയാ ഉൽ ഹക്കാണ്. ഈ ആള് വിളിച്ചതിന് ശേഷം ഇയാളുടെ കൂടെ ഏകദേശം 1.5 വർഷക്കാലത്തോളം നിന്നപ്പോഴാണ് എനിക്ക് മ്യൂസിക് തെറാപ്പിയും കിട്ടിയത്. എനിക്കിങ്ങനെ 8 മാസത്തോളം ഇരിക്കാൻ പറ്റിയത്. അവസാനം ആളുടെ അനുവാദത്തോടു കൂടി തന്നെ ആൾക്കൊരു സൂഫി ബാൻഡായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സൂഫി ഖവാലി ബാൻഡ് സിയാ ഉൽ ഹക്കിൻ്റെയാണ്. ആളുടെ പെർമിഷൻ എടുത്തുകൊണ്ട് ഞാൻ ജൽവ എന്ന പേരിൽ ഒരു സൂഫി ബാൻഡ്, ആ ബാൻഡിൽ പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രം ഒരുങ്ങിയതാണ് 8 മാസത്തെ ഒരു പ്രാക്ടീസ്. ഇപ്പോൾ ചേട്ടൻ മലയാളത്തിലാണെങ്കിൽ ഏത് ടൈപ്പ് പാട്ടുകളാണ് പാടുന്നത്? കൂടുതലും ട്രെൻഡ് പാട്ടുകളാണ് നമ്മൾ കൂടുതലും. എല്ലാ മലയാളത്തിലെ കുറച്ച് പാട്ടുകളൊക്കെ പാടും, ബാക്കിൽ നിന്നുള്ള പാട്ടും ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്ന എല്ലാ ജോണറിലുള്ള പാട്ടുകളും സ്റ്റൈലിലുള്ള പാട്ടുകളും നമ്മൾ പാടാറുണ്ട്. ഇപ്പം എല്ലാ പാട്ടുകളും ഇപ്പം ട്രെൻഡിങ് ആയ പെരിയോനെ ആ ഒരു ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ആ രാഗത്തിൽ നിങ്ങൾ കർണാട്ടിക് മ്യൂസിക്കും ഹിന്ദുസ്ഥാനിയിലേക്ക് ഒരു ഇത് പറഞ്ഞില്ലേ, കർണാട്ടിക്കല്ല ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ, അതുപോലെ നിങ്ങൾ മിക്സപ്പ് ചെയ്ത വേറെ പാട്ടുകളുണ്ടോ മലയാളത്തിലെ? അതാണ് ഞാൻ മലയാളത്തിലില്ല, മലയാളത്തിൽ അതുപോലെ പാടിയിട്ടില്ല. അപ്പോൾ നേരത്തെ ഒരു ഖവാലി പാടിയത് ആ റൂട്ട് നേരെ കണ്ണിൽ വെറും കാഴ്ചയല്ല, ആ റൂട്ടിലാണ്. ഇപ്പം മലയാളത്തിൽ കൂടുതലും നമ്മളോട് ചോദിക്കുന്നത് എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി എന്നും എന്നും ഒരു പുഴയായി ആരാധിക്കേ മഞ്ഞുതീരും വഴിയരികേ നാളേറെയായി കാത്തിരുന്നു മിഴി നിറയെ നീ എങ്ങു പോകിലും അകലേക്കുമാകിലും ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര തരളിത്, എനിക്ക് ഭയങ്കര അല്ല ആ പാട്ടിന് ഇങ്ങനെ ഈ ഒരു മോഡുലേഷനും കൂടെ കൊടുക്കാം അല്ലേ? ആ പാട്ടിന് വേറൊരു മോഡുലേഷനാണ് ശരിക്കും, അതായത് ഈ ട്യൂൺ ഇത് തന്നെ പക്ഷെ മോഡുലേഷൻ വേറെ ആണല്ലോ. തീർച്ചയായിട്ടും അത് ഞാൻ എൻ്റെതായിട്ടുള്ള സ്റ്റൈലിൽ അങ്ങനെ വന്നു പോകുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ അതിന്റെ ഒറിജിനൽ ആരാധികേ മഞ്ഞുതീരും വഴിയരികെ നാളേറെയായി കാത്തു നിന്നു മിഴി പോയി ചേട്ടാ, അതൊക്കെ ഉള്ളത് തന്നെ കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യില്ല, എനിക്ക് പാടാനൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും പാട്ടുണ്ട് ഉള്ളില്, പാടാൻ ട്രൈ ചെയ്തെന്ന് മാത്രം. എന്താ സംഭവം എന്ന് പറയും, ഇത് പറയാൻ പാട്ട് ഉള്ളിലുണ്ടെന്ന് പറഞ്ഞത് ഒരു 4 വരിയോ 3 വരിയോ ശ്രുതി ചേർത്ത് പാടാൻ കപ്പാസിറ്റി ഇല്ലാതിരുന്ന ഒരാളായിരുന്നു. കഴിയില്ല, ശ്രുതി ചേരില്ല, ഔട്ടായി പോകുമായിരുന്നു. വീട്ടിൽ ഉമ്മ നന്നായിട്ട് പാടും, അതിൻ്റെ കഴിവൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വല്ലാത്തൊരു അവസ്ഥയും സംഭവങ്ങളൊക്കെ ആയിട്ട് പാട്ടൊന്നും ഉണ്ടായില്ല. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ടാണ് കഷ്ടപ്പെട്ടത്.
അതിനൊരു പ്രത്യേകതയുണ്ട്. അതിനൊരു നല്ല രസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫ്രണ്ട്സോ സംഭവങ്ങൾ ആരുമായിട്ടൊരു കണക്ഷനോ സംഭവങ്ങളില്ല. ഒന്നാമത് കിളിയും കൂടി പോയിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. ലൈഫ് തീർന്നു തുടങ്ങുന്നിടത്ത് ലൈഫ് മൊത്തം ഒരു പാനിക്, പക്ക പാനിക് അവസ്ഥ. പ്രാക്ടീസ് ചെയ്യണം, ചുമ്മാ പാടിക്കൊണ്ടിരിക്കും. അയൽവക്കക്കാർക്കൊക്കെ ഭയങ്കര ശല്യമായിരുന്നു ഒരു സമയം. ഞാൻ ആ സൂഫിയും സുജാതയിലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാടാം, വാതുക്കലെ വെള്ളരിപ്രാവ്. അത് ജസ്റ്റ് ഒന്ന് ശ്രമിക്കാം. വാതിൽക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് ഉള്ളില് വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല്. നമ്മളൊരു കോമ്പറ്റീഷൻ വേണ്ട. ചേട്ടൻ തന്നെ എനിക്ക് എന്തായാലും ആ ഫീൽ അടിപൊളിയായിരുന്നു. അല്ല, എനിക്ക് ചേട്ടൻ പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അത് പാടുമ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ 3 വരിയോ 2 വരിയോ കൂടുതൽ ബ്രീത്ത് എടുത്ത് പാടാൻ പറ്റൂല. എനിക്ക് പറ്റാത്ത കാര്യമാണ്. അത് നമ്മൾ സ്ഥിരം ഒന്നും ചെയ്യണില്ലല്ലോ. സ്ഥിരം ചെയ്യും. അതേസമയം ഇതുപോലെ ഇന്റർവ്യൂ ആണെങ്കിലോ ഒരു 10 പേരെ ചെയ്യും. പ്രൊഫഷനാണത്. ഇതെനിക്കും പ്രൊഫഷനാണ്. നിത്യാഭ്യാസി അത് കറക്റ്റ്. അത് പ്രൊഫഷനും പാഷനും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ചേട്ടൻ കുറച്ച് പാട്ടുകളിലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ സൂഫി സോങ്ങും ഈ പറഞ്ഞതൊക്കെ കൺവേർട്ട്. പക്ഷെ ചേട്ടൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആ രീതി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിലായി. അത് നമ്മളെ കൂടുതലും മാഷപ്പ് കേട്ട് ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് മാഷപ്പുകൾ ഒരുപാട് നമ്മൾ ഈ അടുത്ത് നമ്മൾ കേട്ടു. അത് ഖവാലി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗീതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അപ്പൊ അതൊക്കെ എന്നിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേട്ടപ്പോ തന്നെ മറ്റേ നമ്മളൊരു പാട്ട് പാടി ചേട്ടൻ മറ്റൊരു തമിഴ് പാട്ടിലേക്ക് പോയായിരുന്നല്ലോ, കണ്ണവൻ കാഴ്ച, ഞാൻ കിടുങ്ങിപ്പോയി. മനസ്സിലായോ? അത് ഒരിക്കലും പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല ആ പാട്ട് വരുമെന്ന്. അതായത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, ധമാധം മസ്ത് കലന്ദർ കേട്ടിട്ടുണ്ട്. പിന്നെ ഇല്ലേ, അപ്പോൾ നമ്മൾ അതിങ്ങനെ പാടാണ്. ഓ ലാൽ മേരി പത്ത് റഖിയോ ബലാ ജുലെ ലാലൻ ജിന്ദടി ദാ ജേവൻ ദാ സഖി ഷാബാസ് കലന്ദർ ധമാധം മസ്ത് കലന്ദർ അലി ഷഹബാസ് കലന്ദർ അലി ദമദം തേ അന്തർ അലി ദാ ബഹ്ല നമ്പർ കണ്ണിൽ വരും കാഴ്ചയില്ല കൺമണിയെ ഉറത്തു കാണാതെ ഓരവും കണ്ണുക്കുള്ള ഇന്നിക്കും ധമാധം മസ്ത് കലന്ദർ. അതേപോലെ മാഷപ്പ് ആ ഒരു സ്റ്റൈലിൽ പോയില്ല, അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ചേട്ടൻ ക്രൂസിലാണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ എന്തായിരുന്നു ജോലി? ലൈക്ക് ഇതിലൊക്കെ ഇതിന് മുന്നേ ഞാൻ ടൈൽസ് പണിക്കാരനായിരുന്നു. ടൈൽസ് പണിക്കാരനായിരുന്നു, ചെറിയൊരു കോൺട്രാക്ടറായിരുന്നു. പിന്നീട് ഞാൻ ജോലി ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ച് പാട്ട് പഠിക്കാൻ വേണ്ടിയിരുന്നു. പാട്ട് പഠിക്കാൻ പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോയി? ഹിന്ദുസ്ഥാനി പഠിച്ചു. പഠിച്ചു. ഗുരു സുശാന്ത് കെ സോമസുന്ദരൻ, തൃപ്പൂണിത്തറ സ്വദേശിയാണ്. സാറിൻ്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ശരിക്കും ഞാൻ തന്നെ മാറിപ്പോയത്. പാട്ട് പാടാൻ ചെറുതിലും പോലൊക്കെ പാടുമായിരുന്നു. ശ്രുതി ഭയങ്കര പ്രശ്നമായിരുന്നു, ശ്രുതി ചേരാനും സംഭവങ്ങളൊക്കെ. ചേട്ടൻ ഇത് പറയുന്നത് ഞാൻ വിശ്വസിക്കണം. ഞാൻ അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് പറയണത്. കാരണം മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റമുണ്ടാവും. അതിൽ സാറിൻ്റെ ക്ലാസ്, ഈ സിയാഉൽ ഹക്കിൻ്റെ ബാൻഡിൽ വന്ന എക്സ്പീരിയൻസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആയിപ്പോയതാണ് ഞാൻ. ഇപ്പം നമ്മൾ കന്നഡ പാടിയിട്ടില്ല. കന്നഡ എനിക്ക് പാടിത്തരുന്നു. പാടാം. മെരുസേ മെരുക്കുല മുരിസേ നട നട ചിരി ചിരി നോ മന കാബൂലു ഉരിനെ ഉരുമുലു സരി സരി നട നട ചിരി ചിരി നോ മന കാബൂലു പരവസാന സിര സൂഗംഗാ ജര ഗുസാരിന ശിവഗംഗാ പരവസാന സിര സൂഗംഗാ ജര ഗുസാരിന ശിവഗംഗാ നാഗാനന ഹരനർ മുരുഗംഗാ ആനന്ദ വൃഷ്ടിനെ തടവങ്ക ലോകത്തിലെ ഏറ്റവും വലിയ ടീച്ചർ ഗൂഗിളാണെന്ന് അപ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞു തന്നാണ്. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്യഭാഷകൾ ഇങ്ങനെ ഭയങ്കര സെർച്ച് ചെയ്ത് അത് ആരും ചെയ്യാത്തത് എനിക്ക് ചെയ്യണം. അതാണ് പ്ലാൻ, യൂണീക്കായിട്ട്. അപ്പോഴാണല്ലോ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുള്ളൂ. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരു കോമഡി, വാവിയമ്മ വാവോ എന്ന ചാക്കോച്ച വോ എന്ന ചാക്കോച്ച രാത്രി ആവാനേ വോ എന്തിരി ചാക്കോച്ച വോ എന്ന ചാക്കോച്ച
ലോറി മാറിപ്പോയി പ്രാകൃതം വായിച്ചോനെ ചിന്താവാരം റോഡിൽ മാവോയിസം വീട്ടിൽ ചിന്താവാരം മുങ്ങ കൂട്ടിച്ചാടി താരറിത്തുണ്ടോ. ഇത് റഷ്യൻ സോങ് ആയിരുന്നു. അയ്യോ അതിന്റെ ഭയങ്കര രസമായിരുന്നു ആ സമയത്ത് ഇറങ്ങിയപ്പോ ഇതിന്റെ മലയാളം വെച്ചിട്ട് ഭയങ്കര ട്രെൻഡ് ആയിരുന്നില്ല. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണതിന് അപ്പുറത്തായിരുന്നു ഈ സംഭവം. ശരിക്കും അവരുടെ റഷ്യൻ സോങ് പാടിക്കൊണ്ടിരിക്കുകയാണ്, മലയാളത്തിലെ ലിറിക്സ് എഴുതി കാണിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കോമഡി ചിന്തിച്ചു കേൾക്കുമ്പോ നമുക്ക് അതാ കേൾക്കണത്. അതെ, ആ ലിറിക്സ് നമുക്ക് മലയാളം എഴുതി കാണിക്കാൻ അതാ നമ്മൾ കേൾക്കണത്. അതെ. അപ്പൊ അത് എങ്ങനെ സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല്ല കാലത്തൊക്കെയാണ് ചിരിക്കുമായിരുന്നു, വല്ല കാലത്തൊക്കെയാണ് കോമഡിയും ചിരിയൊക്കെ ഉള്ളൂ. മനസ്സിലായില്ലേ? ആ സമയത്ത് ചിരിച്ചത് ഇതൊക്കെ കണ്ടിട്ടാണ്, ഇങ്ങനെയുള്ള പാട്ടുകളും സംഭവങ്ങളെല്ലാം. അതിനുശേഷമൊക്കെ പിന്നെ അടിപൊളിയായി. അടിപൊളി എന്ന് പറഞ്ഞാൽ ലൈഫ് എന്ത് രസമെന്ന് പറയും. അത് കേൾക്കണത് തന്നെ വലിയ രസമാണ്. പിന്നല്ലേ ആളുകൾ ഭയങ്കര സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നെന്ന് നമ്മൾക്ക് കേൾക്കണത് തന്നെ. എനിക്കെല്ലാം തന്നു, മ്യൂസിക് എല്ലാം തന്നു, പണം തന്നു. നമ്മളിപ്പോൾ മീഡിയയിൽ നമ്മൾ പൊതുവെ പറയാറില്ല, നല്ല പണം തന്നു, വാഹനങ്ങൾ തന്നു, നല്ലൊരു ഫാമിലി തന്നു, നല്ല കുട്ടികൾ, എല്ലാമായി നിറഞ്ഞു. ഒരു മനുഷ്യന് ലൈഫിൽ ഇത്രയ്ക്കൊക്കെ ആഗ്രഹിച്ചുള്ളൂ അതെല്ലാം മ്യൂസിക് ഉണ്ട്. എനിക്കിപ്പോൾ ഒരു വീടില്ല, ഞാൻ റെൻ്റാ താമസിക്കുന്നത്, അതും വരും തീർച്ചയായും. കാരണം ചേട്ടൻ പറഞ്ഞില്ല 8 മാസം തകർന്നു പോയെടുത്തുനിന്ന് ലൈക്ക് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് ആ ഒരു അന്ന് ചെയ്ത തപം എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ പറയണം, തപസ്. ആ തപസ്സിൽ പണ്ടൊക്കെ നമ്മൾ സീരിയലൊക്കെ കാണുമ്പോൾ തപസ്സിന് അപ്പം തന്നെ കിട്ടുമെന്ന് പറയുന്ന പോലെ അപ്പോഴല്ലേ ഇത് ടൈം എടുത്തിട്ട് ബ്ലസ്സിങ് ജീവിതകാലം മുഴുവനുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം ചേട്ടൻ കുറച്ച് മുമ്പ് സിദ്ധിൻ്റെ ഒരു പാട്ട് പറഞ്ഞു, അപ്പം പറഞ്ഞു സിദ് ശ്രീറാമിൻ്റെ ഭയങ്കര ആരാധന. എന്താ അങ്ങനെ ഒരു ക്രഷോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആരാധന കൂടാനുള്ള കാരണം? മാറ്റങ്ങൾ സംഭവിക്കുമല്ലേ. മാറ്റങ്ങളെന്ന് സിദ് ശ്രീറാമിൻ്റെ പഴയ വീഡിയോസ് എടുത്ത് കണ്ടാൽ അറിയാൻ പറ്റും. ഭസ്മമൊക്കെ തലയിൽ വെച്ചിട്ട് കച്ചേരി, പക്ക ഒരു കർണാട്ടിക് മ്യൂസിഷ്യൻ, കച്ചേരികൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത് കിടപ്പുണ്ട് യൂട്യൂബിൽ, ഒരുപാട് കച്ചേരികൾ പാടുന്ന ആ ഒരു മനുഷ്യനാണ് എന്നോട് നീരന്താൽ ഉയരോട് എ.ആർ. റഹ്മാൻ സാർ പൊക്കിക്കൊണ്ടുപോയതാ. അദ്ദേഹത്തിൻ്റെ ആ വോയിസ് കൾച്ചറും ആ ഒരു റേഞ്ചും സംഭവങ്ങളും. അപ്പോൾ ഇതിൽ നിന്നിട്ട് ഈ ഒന്ന് മനസ്സിലായോ? ഇന്നിപ്പോൾ സിദ്ധു ശ്രീറാം ആരാണ്, മുമ്പ് ആരായിരുന്നു? അപ്പം അപ്പോൾ ഞാനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പാട്ടൊന്നും പാടാൻ അറിയാത്ത നവാസും ഇപ്പോൾ വന്നിട്ട് എന്തൊക്കെയോ പാടുന്നു എന്ന് പറയുന്ന നവാസും ആരും. അപ്പോൾ ആ റൂട്ടിലുള്ള ആളുകളോട് ഭയങ്കര മനസ്സിലായി, അതാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ പാട്ട് ഏതിറങ്ങിയാലും അപ്പോൾ ഒരു 10 തവണയെങ്കിലും കേൾക്കും, ബൈഹാർട്ട് പഠിക്കും. അത് ഏത് ഭാഷ ആള് പാടിയാൽ ഏത് ഭാഷ. ചേട്ടാ ഒരു കുറച്ച് പാട്ട് ഒരു 2-3 വരി ഒന്ന് മിക്സപ്പ് ചെയ്തിട്ട് നമുക്ക് വിട്ടേക്കാം. ഓക്കെ. നമുക്ക് നോർത്ത് ഇന്ത്യൻ പാട്ടുകൾ കേൾക്കുമ്പോഴേ ഈ സൂഫി കവാലി സംഭവങ്ങളൊക്കെ ഇതൊക്കെ മെയിനായിട്ട് പാടുന്ന ഉസ്താദന്മാരുണ്ട്. റാഹത്ത് ഫത്തേ അലി ഖാൻ, നുസ്രത്ത് ഫത്തേ അലി ഖാൻ, ഖൈലേഷ് ഖേർ, ഇവരുടെയൊക്കെ വോയിസിൻ്റെ റേഞ്ചും അപാരമാണ്. അത് പറഞ്ഞപ്പോഴോർത്ത് നമ്മൾ ഹിന്ദി പാടിയില്ല. ഹിന്ദി പാടാം, ആളുടെ പാട്ട് തന്നെ പാടാം. റാഹത്ത് ഫത്തേ അലി ഖാൻ സാറിൻ്റെ ഒരു പാട്ട് പാടും. मेरे रश के कमर तूने पहली नजर जब नजर से मिला ये मजा आ गया. मेरे रश के कमर तूने पहली नजर जब नजर से मिला ये मजा आ गया. मेरे रश के कमर तूने पहली नजर, मेरे रश के कमर तूने पहली नजर जब नजर से मिला ये मजा आ गया. जब नजर से मिलाई मजा आ गया. ശരിക്കും ലൈഫിൽ ഇപ്പം ചേട്ടൻ പാടുന്ന കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. ഇപ്പം മറ്റേ ആരാധിക പാടിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര ഫീല് ലൈക്ക് സം നഷ്ടം ഫീലുകളാണ് എനിക്ക്. അപ്പം ചോദിക്കാൻ വിട്ടു, എനിക്ക് മറ്റേ അയാളും ഞാനും തമ്മിൽ എന്നുള്ള സിനിമയിൽ ഒരു പാട്ടുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അഴലിൻ്റെ ആഴങ്ങളിൽ. ഒന്ന് ട്രൈ ചെയ്യുന്നോ?
പിന്നോട്ട് നോക്കാതെ പോകുന്നു നീ, മറയുന്ന ജീവൻ്റെ തിരയായ നിൻ. ആ പാട്ട് പാടിയ ഞാൻ തീർന്നു. എന്തിനു വിതുമ്പലായി ചേരുന്നു നീ, ഉള്ളിൽ തരാനിരാണി താരീരരി തരരാരീരാ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞപ്പോ, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. ഫീലല്ലേ? ഫീല മാറിക്കോ, മാറിക്കോ. അല്ല, നമ്മളത് ചില ആളുകൾക്ക് അറിയാലോ, നമ്മൾ ഈ ഭയങ്കരമായിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ആസ്വദിക്കുന്നതെന്ന് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. ആ ഫീലോട് കൂടി അതിനെയൊക്കെ തന്നെ ആസ്വദിക്കും. ഹിന്ദുസ്ഥാനി സംഗീതം അല്ലാണ്ട് വേറെ വല്ല മ്യൂസിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു? ക്ലാസിക്കൽ പഠിച്ചിരുന്നു. കർണാട്ടിക് ഒരു 3 വർഷം ഉദ്യോഗമണ്ഡൽ വിജയകുമാർ സാറിൻ്റെ അടുത്ത്, ആലുവ. എപ്പോഴെങ്കിലും ഈ പാട്ടുകളൊക്കെ കേട്ട് സിനിമയിൽ നിന്ന് വല്ല ഓഫറൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, കോറസ് പോർഷനൊക്കെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വന്നിട്ടുണ്ട്. അല്ല, ചേട്ടൻ്റെ സൗണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, നല്ല ഭയങ്കര ഈ ചേട്ടൻ പറഞ്ഞല്ലോ എന്താണ് ഹെഡ് വോയിസ്. ഹെഡ് വോയിസ് നല്ലത്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. എനിക്ക് ഹെഡ് വോയിസ് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ സംസാരിക്കുന്നതും ഞാൻ പാടുന്നതും അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നതൊക്കെ എനിക്ക് എൻ്റെ ത്രോട്ട് ഭയങ്കര ഓപ്പണാണ്. അപ്പോൾ അതുപോലെ ത്രോട്ട് ഓപ്പൺ ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് അറ്റൻഷൻ കിട്ടും. അറ്റൻഷൻ നമുക്ക് ചാടാൻ എടുക്കാനൊക്കെ തോന്നും. ഭയങ്കരമായിട്ട് അതിൽ നമുക്ക് സ്റ്റെപ്പൊക്കെ ചെയ്യാൻ തോന്നും. ഞാൻ പറഞ്ഞു എനർജി കൂടുതലാണെന്നാണ് അത്. ആ യോഗ മെഡിറ്റേഷൻ്റെ ഒക്കെ ഒരു പവറും പിന്നെ പ്രാക്ടീസ് മെത്തേഡും അതൊക്കെ കുറിച്ചത്. പാടിയേക്കാം കർണാട്ടിക് ഏതെങ്കിലും പാടിക്കും. സർഗം എന്ന സിനിമയിലെ കുറച്ച് വരികൾ സ്വരങ്ങൾ പാടാം. രിഗ സരിഗ സരി നി ഗരി ഗരി സരി സനി രി സനി ദ പ ഗ മ പ ധ നി സ പ ധ മ പ സ നി ഗരി ഗ സ നി സ ധ പ നി ധ സ നി രി സ ഗരി സ സ നി സ മ ഗരി സ രി ഗ മ ഗരി നി ധ നി ഗരി സ നി ധ സ നി ധ പ മ പ നി ധ പ മ ഗ ഗ മ മ പ പ ധ ധ നി നി സ സ രി രി ഗ ഗ മ രി ഗ ഗരി രി സ സ നി സ രി സ സ സ നി സ ഗരി രി സ നി ധ ധ നി സ നി ധ പ മ മ പ നി ധ ധ പ മ ഗ ഗ ഗ മണി ധ പ മ പ ധ നി സ രി ഗ സ രി സ നി ഗരി സ നി സ രി സ നി ധ നി സ നി ധ പ ധ ഗരി സ ഗരി സ നി ധ രി സ നി രി സ നി ധ പ സ നി ധ സ നി ധ പ മ ഗ മ പ ധ പ മ പ ധ നി ധ പ ധ നി ധ നി ഗ മ പ ധ ഗ മ മ പ ധ മ പ ധ നി ധ. എനിക്കറിയാവുന്ന ഒരു ആസാമി സോങ് എവിടോ, മോറിലും മോറിലും ലോക്കേ ജായ് ജുപിക്ക് ജുപിക്ക് ലോക്കേ ജായ്. അത് നല്ല രസമാണ്. അവരുടെ ഒരു ആസാമി ട്രഡീഷൻ. അല്ല, ലാംഗ്വേജിന്റെ കാര്യത്തിലേ ഞാൻ പല ഭാഷകൾ പാടുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ മോശമല്ല. ജീവിതത്തിൽ തോറ്റു പോകുന്നു എന്ന് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ചിന്ത വന്നാൽ, ഇപ്പം നവാസേട്ടൻ പറഞ്ഞ പോലെ ആ തോൽവിയല്ല കേട്ടോ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ജീവിതത്തിലൊരു ചവിട്ടുപടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ബ്രീത്തിങ് സ്പേസ് എന്ന് വേണേൽ പറയാം. ശ്വാസം എടുത്ത് നെക്സ്റ്റ് ലെവൽ എന്താണെന്ന് ചിന്തിക്കാനുള്ളൂ. അങ്ങനെ നവാസേട്ടൻ ചിന്തിച്ചെടുത്തതെന്നാണ് നവാസേട്ടൻ ഇന്നീ നിൽക്കുന്നത്. നവാസേട്ടൻ പറഞ്ഞ പോലെ എല്ലാ സൗഭാഗ്യങ്ങളും ഒരു സംഗീതം കൊണ്ട് തന്നതാണ്. ഇപ്പോൾ കാണുന്ന ഒരുപാട് പേര് പ്രശസ്തിയെല്ലാം. അപ്പം തോറ്റു എന്ന് ആരും കരുതണ്ട. ചേട്ടൻ അതാണ് എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ മൊത്തത്തിൽ കിട്ടിയ ലെസൺ. തോറ്റു എന്ന് കരുതുന്നില്ല, പൊരുതുക. അത് നമുക്ക് തവം ചെയ്ത് തന്നെ എടുക്കുക. ഓക്കെ ചേട്ടാ, താങ്ക് യു.